അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ രണ്ടാമത്തെ ക്ലാസ്സിലാണുള്ളത്. സൂറത്തുൽ മുൽക്കിൻ്റെ രണ്ടാമത്തെ പഠന സെഷനിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് അതിൻ്റെ ആദ്യത്തെ 5 ആയത്തുകൾ പഠിക്കാനും മനസ്സിലാക്കുവാനും സാധിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ ആ മുൽക്കിനെ പറ്റി, അധികാരത്തെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ രണ്ടാമത്തെ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ മൂന്നാമത്തെ ആയത്തിൽ, അതുപോലെ തന്നെ നാലാമത്തെ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിലെ ആ കൃത്യത, അതിനെപ്പറ്റി, അതിൻ്റെ ആ ഒരു അത്ഭുതത്തെ പറ്റിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്, അത് അന്യൂനമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവസാനമായി 5-ാമത്തെ വചനത്തിൽ നക്ഷത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളതിൻ്റെ 2 ഉദ്ദേശങ്ങളെ പറ്റിയിട്ട് വിവരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്ത സുഹൃത്തുക്കൾ ആ ക്ലാസ് കേൾക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 6 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ആമുഖമൊന്നുമില്ലാതെ നമ്മൾ അതിൻ്റെ ഖിറാഅത്തിലേക്ക് പ്രവേശിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. അപ്പോൾ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഇനി അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും എന്താണെന്ന് നമുക്ക് നോക്കാം. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം. വലില്ലദീന കഫറു, ലീ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാണ് ലീ ഖലമുൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേനയുണ്ട് എന്നാണ്. ലില്ലദീന കഫറു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിശ്വാസികൾക്കുണ്ട്. അപ്പം അള്ളാഹുവിനെ നിഷേധിക്കുന്ന നിഷേധികളായ അവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു തആല ഒരുക്കി വെച്ചത് എന്താണ്? അദാബു ജഹന്നം. ജഹന്നം അറിയാലോ, അദാബു ജഹന്നം, നരകശിക്ഷയാണ് അള്ളാഹു തആല അവർക്ക് ഒരുക്കി വെച്ചത്. എന്നിട്ട് അള്ളാഹ് തന്നെ പറയാണ് വബിഅ്സൽ മസീർ. ബിഅ്സ് പറഞ്ഞാൽ എന്താണ്? എത്ര മോശം എന്നാണ്. എത്ര മോശം. മസീർ എന്ന് പറഞ്ഞാൽ മടങ്ങിച്ചെല്ലുന്ന സ്ഥലം, തിരിച്ചെത്തുന്ന സ്ഥലം എത്ര മോശമാണ്. അപ്പം നരകശിക്ഷയാണ് അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന ആളുകളെ കാത്തിരിക്കുന്നത് എന്നാണ് ഈ ആയത്തിൽ അള്ളാഹ് പറയുന്നത്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. ഇനി ആ നരകത്തിൻ്റെ ഭീകരമായ അവസ്ഥകളെ പറ്റിയാണ് അള്ളാഹു തആല തുടർന്നങ്ങോട്ടുള്ള വചനങ്ങളിൽ പറയുന്നത്. നമ്മളൊക്കെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്രത്തോളം ജാഗ്രത പുലർത്തണമെന്ന് നമുക്ക് മനസ്സിലാവും ഈ ആയത്തുകൾ കേൾക്കുന്ന സമയത്ത്. എന്താ പറയുന്ന അറിയോ? ഇദാ ഉൽഖൂ ഫീഹാ. അൽഖ എന്ന് പറഞ്ഞാൽ ഇട്ടു എന്നാണ് അർത്ഥം.
ഓക്കെ, ഉൽഖിയ എന്ന് പറഞ്ഞാൽ ഇടപെട്ടു. ഇദാ ഉൽഖൂ ഫീഹ, അവർ ഇടപെട്ടാൽ. ആര്? നേരത്തെ കഫറു എന്ന് പറഞ്ഞല്ലോ. ഈ കഫറു എന്ന് പറയുന്ന അവിശ്വാസികൾ അവരെ ഇടപെട്ടാൽ, ഫീഹ, അതിൽ, ഏതിൽ? നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് എന്താ ഉള്ളത്? ജഹന്നമാണ് അല്ലേ. ആ ജഹന്നമിലേക്ക് അവരെ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താ അവർ കേൾക്കാറിയോ? സമിഉ ലഹാ ഷഹീഖൻ. ഷഹീഖൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർജനമാണ്. സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അട്ടഹാസം, ഗർജനം. ഷഹീഖൻ, സമിഉ ലഹാ ഷഹീഖൻ. ആ നരകത്തിന് വലിയ ഗർജനം അവർ കേൾക്കുന്നതാണ്. നരകത്തിരുന്ന സമയത്ത് വല്ലാത്തൊരു അട്ടഹാസം. വഹിയ തഫൂർ. ഇതൊക്കെ നരകത്തിൻ്റെ ആ ഒരു അവസ്ഥയെ പറ്റി അല്ല പറയാൻ കേട്ടോ. വല്ലാത്തൊരു ഗർജനമായിരിക്കും. അത്രയും ശക്തമായിട്ടുള്ള തീ ജ്വലിച്ചുകൊണ്ടിരിക്കും. വഹിയ തഫൂർ. തഫൂർ എന്ന് പറഞ്ഞാൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ്. തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കും നരകം. ഓക്കെ, ഇനി തകാദു തമയ്യസു മിനൽ ഗൈദ്. ഇനിയും നരകത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. തകാദു തമയ്യസു മിനൽ ഗൈദ്. തമയ്യസ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? വേർപിരിയ എന്നാണ് അർത്ഥം. തകാദു തമയ്യസു മിനൽ ഗൈദ്. ഗൈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപം. അപ്പം നരകത്തിന് അതിൻ്റെ ഗൈദ് കാരണം, അതിൻ്റെ ഉഗ്ര കോപം കാരണം, നരകം വല്ലാതെ കോപിക്കുന്നതാണ്. അതിൻ്റെ ഉഗ്ര കോപം കാരണം തകാദു തമയ്യസു, അത് പൊട്ടിത്തെറിച്ചു പോകുമാറാവുന്നതാണ്. പൊട്ടിപ്പിളർന്നു പോകുമാറാവും, പൊട്ടി വേറിട്ട് പോകുമാറാവും. അപ്പം നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, എന്താണ്? ഞാൻ പൊട്ടിത്തെറിച്ചെന്ന് പറയും. ഒരാൾ പിടുത്തം വിട്ട്, ഒരാളെ സർവ്വ നിയന്ത്രണം വിട്ടുകൊണ്ട് ഒരാൾ കോപിക്കുന്ന സമയത്ത് അയാളെ പൊട്ടിത്തെറിച്ചെന്ന് പറയും അല്ലേ. നരകം പ്രകടിപ്പിക്കുന്ന ഉഗ്രമായ ഗൈള് കാരണം അല്ല പറയണത് തകാദു തമയ്യസു മിനൽ ഗൈള്. ഉഗ്ര കോപം കാരണം അത് പൊട്ടി വേർപ്പെട്ടു പോകുമാറായി. ഇനി എന്താ പറയുന്നത്? കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ. ഒരു പുതിയ പദം അല്ലേ, ഫൗജ്. ഫൗജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഫ്വാജ കേട്ടിട്ടില്ല നിങ്ങൾ? അഫ്വാജൻ എന്നുള്ളതിൻ്റെ ഏകവചനാണ് ഫൗജ്, സംഘം. അഫ്വാജ് പറഞ്ഞാൽ കൂട്ടങ്ങൾ, സംഘങ്ങൾ. അപ്പോൾ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ഓരോ കൂട്ടത്തെ, ഓരോ സംഘത്തെ അതിൽ കൊണ്ടുപോയി ഇടപെടുന്ന സമയത്ത്, അപ്പം ഓരോ കൂട്ടത്തെ അതിൽ കൊണ്ടുപോയി ഇടുന്ന സമയത്തെല്ലാം തന്നെ സഅലഹും ഖസനതുഹ. ഖസനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖസനത്ത് എന്ന് പറഞ്ഞാൽ പാറാവുകാർ, കാവൽക്കാർ. നരകത്തിന് കാവൽക്കാരുണ്ടാവും അല്ലേ. ആരാ കാവൽക്കാർ? മലക്കുകളാണ്. നരകത്തിൻ്റെ കാവൽക്കാരുടെ പ്രത്യേകത അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ അറിയോ? അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ്. പരുക്കന്മാരായിട്ടുള്ള, യാതൊരു മയവുമില്ലാത്ത, വളരെ ക്രൂരമായിട്ട് പെരുമാറുന്ന പരുക്കന്മാരായിട്ടുള്ള മലക്കുകളാണ് അതിൻ്റെ കാവൽക്കാരായിട്ടുണ്ടാവുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ കൂട്ടത്തെ ഇങ്ങനെ കൂട്ടമായിട്ട് നരകത്തിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്ന സമയത്ത് ഈ പാറാവുകാരവരോട് ചോദിക്കും. എന്താ ചോദിക്കാറിയോ? അലം യഅ്തികും നദീർ. അലം യഅ്തികും, നിങ്ങളിലേക്ക് വന്നിട്ടില്ലേ നദീർ. നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ അല്ലേ. നമുക്ക് നദീർ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ലഭിച്ചിട്ടുള്ള നദീറാണ്, മുന്നറിയിപ്പുകാരനാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ബഷീറുമാണ്, സന്തോഷ വാർത്ത അറിയിക്കും. നരകത്തെ തൊട്ട് മുന്നറിയിപ്പും സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയും അറിയിക്കുന്ന പ്രവാചകൻ നമ്മിലേക്ക് വന്നിട്ട്. അപ്പം നരകത്തേക്ക് വന്നിട്ടിങ്ങനെ കൊണ്ടുവന്ന് തള്ളുന്ന സമയത്ത് മലക്കൾ അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ എന്നാണ്. ആ ചോദ്യത്തിന് പ്രസക്തി കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? അതൊരു ഒന്നുകൂടി വേദന വർദ്ധിക്കും അവർക്ക്, മാനസികമായിട്ട് കൂടിയുള്ള വല്ലാത്തൊരു അടിയാണത്. കാരണം ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ചെറിയ കുട്ടികളൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് കേൾക്കാതെ അവരെന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? നന്നായിട്ട് ചിലപ്പോൾ അടി കിട്ടുന്ന സമയത്ത് ഉമ്മ ഇപ്പൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചെറുപ്പത്തിന്, എന്നോട് അപ്പളേ ഞാൻ പറഞ്ഞതല്ലേ. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി അടങ്ങാറാ. അപ്പം മലക്കുകൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളാൻ അവരോട്, നിങ്ങൾക്ക് വന്നിട്ടില്ലായിരുന്നോ? മുന്നറിയിപ്പുകാർ നിങ്ങളിലേക്ക് വന്നിട്ടില്ലായിരുന്നോ? ഈ ചോദ്യം അവരോടിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതെ, അപ്പം എന്താണ് അവർ ഇനി നൽകുന്ന മറുപടിയാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖാലൂ ബല. അപ്പം അവർ പറയും, അതെ, ബല, അതെ, ഖദ് ജാഅനാ നദീർ,
ഞങ്ങളിലേക്ക് നദീർ മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ട്. ഫകദ്ദബ്ന, എന്താ ഞങ്ങൾ ചെയ്തത്? ഞങ്ങൾ കളവാക്കി. കദ്ദബ്ന, ഞങ്ങൾ കളവാക്കി. വഖുൽന, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? മാ നസ്സലല്ലാഹു മിൻ ഷൈ, അല്ലാഹ് ഒന്നും ഇറക്കിയിട്ടില്ല. ഖുർആൻ ഇതൊക്കെ ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. ഇത് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് മാ നസ്സലല്ലാഹു മിൻ ഷൈ, അല്ലാഹ് ഒന്നും ഇറക്കിയിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് നിരാകരിച്ചു. ഓക്കെ, വഖുൽന മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അതെ, നിങ്ങൾ വലിയ പിഴവിലല്ലാതെ മറ്റൊന്നിലും അല്ല. ഇൻ അൻതും, നിങ്ങളല്ല, ഇല്ലാ ഫീ ളലാലിൻ കബീർ, വലിയ പിഴവിലല്ലാതെ നിങ്ങളല്ല. ഇനി 10-ാമത്തെ ആയത്താണ്. ഇനി ആ സമയത്ത് അവർ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ നിങ്ങൾ, വഖാലു ലൗ കുന്നാ നസ്മഉ വ നഅഖിൽ. അത് വല്ലാത്തൊരു ഖേദപ്രകടനമാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമല്ലോ. അന്നേ പരീക്ഷയൊക്കെ തോൽക്കുന്ന സമയത്ത് നമ്മൾ പറയും, ഐഷ അന്ന് നോക്കിയാൽ മതിയായിരുന്നു, അന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ആ ഖേദം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. വഖാലു ലൗ കുന്നാ നസ്മഅ, അവർ പറയും ലൗ കുന്നാ നസ്മഅ, ഞങ്ങളന്ന് കേട്ടിരുന്നെങ്കിൽ. ഔ നഅഖിൽ, അന്നൊന്ന് ഞങ്ങൾ, അഖൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയല്ലേ, ഔ നഅഖിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ. മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഈ അസ്ഹാബു സഈർ, ഈ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുടെ അസ്ഹാബ് പറഞ്ഞാൽ അതിൻ്റെ ആളുകൾ. ഓക്കെ, സ്വാഹിബുൽ ബൈത്ത് പറഞ്ഞാൽ വീട്ടുകാരൻ, അസ്ഹാബ് പറഞ്ഞാൽ അതിൻ്റെ ആളുകൾ. അസ്ഹാബു സഈർ, നരകാവകാശികളിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നില്ലല്ലോ എന്നവരവിടുന്ന് പറയും. വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതിന് നമുക്ക് ദുനിയാവിൽ അല്ലാഹു തആല നൽകുന്ന ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിനാണ് നമ്മൾ 2-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മുൻകൂട്ടി പറഞ്ഞ്. എന്തിനാണ്? ഇത്തരത്തിലുള്ള ഒരു വിലാപത്തിൻ്റെ രംഗം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഇല്ലാതിരിക്കാൻ. ഓക്കെ, ഫഅ്തറഫൂ ബിദംബിഹിം, അവസാനത്തെ ആയത്താണ് നമ്മുടെ ഈ ക്ലാസ്സിൽ. ഫഅ്തറഫൂ ബിദംബിഹിം, അവരുടെ ദംബ് എന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റം. അവരുടെ കുറ്റം, ഫഅ്തറഫൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരംഗീകരിക്കും, അവർ സമ്മതിക്കും, ഏറ്റുപറയും, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്ത് തെറ്റ് തന്നെയാണ്. അവർക്ക് ബോധ്യപ്പെടും അല്ലേ? അപ്പം അത് ബോധ്യപ്പെടാതെ അല്ലാഹു തആല ഒരാളെയും ശിക്ഷിക്കൂല. ഇപ്പം നമുക്കൊക്കെ ചിലപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല അടി കിട്ടിയിട്ടുണ്ടാവും. അടി കിട്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കും, എന്തിനാ ഇപ്പം എനിക്ക് തല്ലിട്ടിയേ, നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ടേക്കാരം പിന്നെ അതിൻ്റെ കാര്യവും കാരണവും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അനീതി കാണിക്കൂല. പടച്ച റബ്ബ് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ കൃത്യമായി ബോധ്യപ്പെടുകയും ആ തെറ്റ് മനുഷ്യൻ അംഗീകരിക്കുകയും ചെയ്യും. അവൻ സമ്മതിക്കും എൻ്റെ തെറ്റുകൾ. ഫഅ്തറഫൂ ബിദംബിഹിം, അവരുടെ തെറ്റുകൾ അവർ ഏറ്റുപറഞ്ഞ് സമ്മതിക്കും. ഫസുഹ്ഖൻ ലി അസ്ഹാബി സഈർ, സുഹ്ഖൻ എന്ന് പറഞ്ഞാൽ വിദൂരം എന്നാണ്, അഥവാ ശാപം എന്നൊക്കെയുള്ള ഒരർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് സുഹ്ഖൻ. സുഹ്ഖൻ ലി അസ്ഹാബി സഈർ, അസ്ഹാബു സഈറിന്, നരകാവകാശികളായ ആളുകൾക്ക്, സുഹ്ഖൻ, അവർക്ക് നാശം എന്നുള്ള ആ ഒരു പരാമർശത്തോടു കൂടിയാണ് ഈ വചനം അവസാനിക്കുന്നത്. അപ്പോൾ 11 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. ഇത്രയും ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക. കൂടുതലായിട്ട് നിങ്ങൾ ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.